വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. മണി ആൻഡ് എക്കോണമി. നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷന് 1, 2, 4 ചാപ്റ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 3ാമത്തെ ചാപ്റ്റർ ഇപ്പോൾ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി 3ാമത്തെ ചാപ്റ്റർ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ 3-ാമത്തെ വരുന്ന എല്ലാ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനോടകം തന്നെ കവർ ചെയ്ത് അതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കാണാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് പോയാൽ മതി, കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, 5ാമത്തെ ചാപ്റ്റർ അഡ്വാൻസ് ആയിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുകയാണ്. നമുക്ക് എക്കണോമിക്സിൻ്റെ ഭാഗമാണ്, ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ചു പോകാം. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് മണി ആൻഡ് എക്കോണമി എന്നാണ്. എടാ, അപ്പോൾ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രൂപ അല്ലേ? നമ്മുടെ നാട്ടിലിപ്പോൾ കറൻസി നോട്ടാണ് നമ്മൾ രൂപയായിട്ട് എന്ത് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ പണ്ട് കാലത്ത് ഇങ്ങനെ ആയിരുന്നു? അല്ലല്ലോ. പണ്ട് കാലത്ത് നമ്മൾ പൈസ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനത്തെ കൊടുക്കും. അതിനാണ് ബാർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായം എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? ഇപ്പോൾ എനിക്ക് മാങ്ങ വേണമെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് ചക്കയാണ്, ഞാൻ ചക്ക കൊടുത്തിട്ട് മാങ്ങ വാങ്ങും, മാങ്ങ കൊടുത്ത് തേങ്ങ വാങ്ങും, തേങ്ങ കൊടുത്ത് പശുവിനെ വാങ്ങും, പശുവിനെ കൊടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങും. അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾക്ക് പകരം സാധനം കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. പക്ഷേ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട് എന്നാണ് നമ്മൾ എക്കണോമിക് ടേംസിൽ അതിനെ പറയുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, ഞാൻ വിൽക്കുന്ന സാധനം തന്നെ ആയിരിക്കണം ഞാൻ വാങ്ങാൻ പോകുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വിൽക്കുന്ന സാധനം ഈ വാങ്ങാൻ പോകുന്ന ആൾക്ക് വേണ്ട സാധനം ആയിരിക്കണം. അതുപോലെ അവൻ്റെ കയ്യിലുള്ള സാധനമായിരിക്കണം എനിക്കും ആവശ്യമുള്ളത്. അപ്പോൾ വാണ്ട് എന്ന് പറയുന്നത് 2 തവണ എന്ത് ചെയ്യണം, കോയിൻസൈഡ് ചെയ്യണം എന്ന് വെച്ചാൽ, അപ്പോൾ ഇത് നമുക്ക് ആലോചിച്ച് നോക്കി, ഇപ്പോൾ എൻ്റെ എനിക്കിപ്പോൾ ഒരു ആടിനെ വേണം, എൻ്റെ കയ്യിൽ വിൽക്കാനുള്ളത് മാങ്ങയാണ്. അപ്പോൾ ഈ ആടിനെ വിൽക്കാൻ നിൽക്കുന്നവന് മാങ്ങ വേണമെങ്കിൽ അവൻ എൻ്റെ കയ്യിലുള്ള മാങ്ങ വാങ്ങിച്ചിട്ട് അവൻ്റെ ഉള്ള ആടിനെ എനിക്ക് തരത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ബയ്യറിനെ സെല്ലറിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് എല്ലാവർക്കും വേണ്ട ഒരു സാധനം വേണമല്ലോ എന്ന രീതിയിൽ നമ്മളൊരു കോമൺ മീഡിയം ഓഫ് എക്സ്ചേഞ്ചിനെ പറ്റി ചിന്തിച്ചത്. പണ്ട് കാലത്ത് ഈ പശുവിനൊക്കെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു, കാരണം പശു എല്ലാവർക്കും ഒന്ന് വേണ്ട സാധനമായിരുന്നു. പിന്നീട് രാജാക്കന്മാർ വന്നപ്പോഴത്തേക്കും സ്വർണ്ണ നാണയങ്ങളിലോട്ടൊക്കെ പോയി. പണ്ട് നിങ്ങൾ പല സിനിമയൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ, ഈ കിഴിയിൽ സ്വർണ്ണ നാണയം കൊടുക്കുന്ന പരിപാടി. സ്വർണ്ണ നാണയം എല്ലാവർക്കും വേണം, അത് കൊടുത്ത് എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുക. എന്നാൽ പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കോമൺ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് വരുന്നത്, അതായത് നമ്മുടെ രൂപ. ഈ രൂപയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രൂപ എന്ന് പറയുന്നതിന് ഒരു രാജ്യം കൊടുക്കുന്നതാണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. കൺഫ്യൂഷനൊന്നും വേണ്ട, നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഡീമോണിറ്റൈസേഷൻ നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ? അന്ന് വരെ 1000 രൂപ നോട്ട് നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരുന്നു. പക്ഷേ ഒരു ദിവസം രാത്രി കൊണ്ട് എന്ത് ചെയ്തു, അതൊരു വിലയില്ലാത്ത വെറും പാഴ്വസ്തുവായിട്ട് മാറി. അപ്പോൾ അങ്ങനെ കറൻസി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം വരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണ്, രാജ്യങ്ങൾക്ക് തീരുമാനമെടുക്കാനും അതിൻ്റെ വാല്യൂ തീരുമാനിക്കാനും ഒക്കെ പറ്റും. എത്ര ഡിനോമിനേഷൻ വേണമെങ്കിലും നമുക്ക് അതിനകത്ത് അച്ചടിച്ചെടുക്കാൻ പറ്റും. 2000 വേണോ, 1000 വേണോ, 500 വേണോ, ഇതെല്ലാവരും അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പരസ്പരം സാധനം കൊടുക്കാനായിട്ട് പറ്റും. ഇതിനാണ് നമ്മൾ ഇന്നത്തെ പൈസ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കൊടുക്കുന്ന ഡെഫിനേഷൻ, എനിത്തിങ് അക്സെപ്റ്റഡ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ബി ജനറലി കോൾഡ് മണി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന സാധനം കൊടുത്ത് നമുക്ക് സാധനങ്ങളോ സേവനങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ പൈസ എന്ന് വിളിക്കാൻ പറ്റും. അതിപ്പോൾ സ്വർണ്ണ നാണയമാണെങ്കിലും പോട്ടെ, സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഏതാണ്, ഈ കാണുന്ന കറൻസി നോട്ടുകളാണ്. അപ്പോൾ ഈ കറൻസി നോട്ട് വന്നതുകൊണ്ട് നമുക്ക് സാധനങ്ങളും സേവനങ്ങളും വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അല്ലേ? ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു റബ്ബർ ഫാർമറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ റബ്ബർ മാത്രം ഉൽപ്പാദിപ്പിച്ചാൽ മതി. കാരണം അയാൾ റബ്ബർ എന്ന് പറയുന്ന സാധനം കടയിൽ കൊടുത്ത് വിറ്റ് കാശാക്കിയിട്ട് ആ കാശ് കൊണ്ട് അയാൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ കോമൺ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയും. അപ്പോൾ അതാണ് പൈസയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ബാർട്ടർ സമ്പ്രദായത്തിൽ നിന്ന് മാറിയിട്ട് പൈസ ആൾക്കാർ കൂടുതൽ സ്വീകരിച്ചു തുടങ്ങിയത് ഈ പറയുന്ന ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെ പൈസ കൊടുത്ത് അയാൾക്ക് എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള സാധനം വാങ്ങാൻ പറ്റും. ഇത് ആരുടെ കേസിലും ശരിയാണ് അല്ലേ? ഞാനൊരു ടീച്ചറാണ്, എന്നെക്കൊണ്ട് പഠിപ്പിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ പഠിപ്പിക്കുക എന്ന് പറയുന്ന സേവനം കൊടുക്കുമ്പോൾ പകരം അല്ലേ, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ള കുട്ടികളുടെ പാരൻസ് അവരെ കണ്ടെത്തി എനിക്ക് അവരെ പഠിപ്പിച്ച് കാശ് ഉണ്ടാക്കാനോ അല്ല ആവശ്യമുള്ള സാധനം വാങ്ങാനോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പഠിപ്പിക്കും പകരം കുട്ടികൾ ഫീസ് വരും. ആ ഫീസ് വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ആവശ്യങ്ങൾ ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങും. അപ്പോൾ ഇതാണ് പൈസയുടെ ഗുണമെന്ന് പറയുന്നത്. ഓക്കെ, ഫോംസ് ഓഫ് മണി ചേഞ്ചസ് ഡേ ബൈ ഡേ, ബട്ട് വി കനോട്ട് തിങ്ക് ഓഫ് എൻ എക്കോണമി വിത്തൗട്ട് മണി. അത് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മുടെ ലൈഫിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു സാധനമാണ് പൈസ എന്ന് പറയുന്നത്. അതിപ്പോൾ കൺസ്യൂമർ ആയാലും ശരി, പ്രൊഡ്യൂസർ ആയാലും ശരി, സപ്ലയർ ആയാലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ നമ്മുടെ മനോഹരമായ നോട്ട് അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ഒന്നും വേണ്ട, എന്ത് ചെയ്താൽ മതി, ടെലഗ്രാമിൽ പോയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഫയൽസ് എന്ന സെക്ഷനിൽ ചെന്നിട്ട് തപ്പിയാൽ മതി.
അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് കൃത്യമായിട്ട് ഫയൽസിൽ സെർച്ചിൽ അടിച്ചു കൊടുത്താൽ ചാപ്റ്ററിൻ്റെ നോട്ട് കിട്ടും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അല്ലെങ്കിൽ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് പോയാലും കിട്ടും. പിന്നെ ഒരുപാട് വിഷയങ്ങൾ നോട്ട് വരുന്നതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും കുറച്ച് ചാപ്റ്ററിൻ്റെ പേര് കൃത്യമായിട്ട് ഇതുപോലെ തന്നെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും നോട്ട് കേട്ടോ. അപ്പോൾ എന്താ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഈസ് ജനറലി അക്സെപ്റ്റഡ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് കോൾഡ് മണി. പൈസ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പൈസ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ പറയുന്ന സാധനങ്ങൾ സ്മൂത്തായിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. റബ്ബർ ഫാർമറിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. കൺസ്യൂമേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും സപ്ലയേഴ്സിനും എന്ത് വേണം? പൈസ വേണം. കൺസ്യൂമർ എന്ത് ചെയ്യും? പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ച് ഉപയോഗിക്കും. പ്രൊഡ്യൂസർ സാധനം വിറ്റിട്ട് പൈസ വാങ്ങിച്ചിട്ട് ആ പൈസ വെച്ച് അയാൾ വീണ്ടും സാധനം വാങ്ങിച്ച് ഉപയോഗിക്കും. ഈ പറയുന്ന ട്രേഡ് നടത്താൻ വേണ്ടി ട്രേഡർ അല്ലെങ്കിൽ സപ്ലയർ എന്ത് ചെയ്യും? പൈസ ഉപയോഗിക്കും. ഇതാണ് പൈസ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൈസ എന്ന് പറയുമ്പോൾ അതിൽ ബാങ്കിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ ഉറപ്പായിട്ടും പറയണം. ഓക്കെ, ബാങ്ക് പ്ലേസ് എ മേജർ റോൾ ഇൻ ഫെസിലിറ്റേറ്റിംഗ് ദ ആക്ടിവിറ്റി ഓഫ് മണി ഇൻ ദ എക്കോണമി. അപ്പോൾ എന്താ സംഭവം? ബാങ്കിലൂടെയാണ് നമ്മൾ ഈ പൈസ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അല്ലേ? സേഫായിട്ട് നമുക്ക് ബാങ്കിൽ പൈസ ഇട്ട് വെച്ചേക്കാൻ പറ്റും. നെറ്റ് വഴി ആവശ്യമുള്ളപ്പോൾ കൊടുക്കാനും വാങ്ങാനും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് പറ്റും. അങ്ങനെ സ്മൂത്തായിട്ട് നമ്മുടെ എക്കോണമി ഫംഗ്ഷൻ ചെയ്യുന്നതിൽ ബാങ്കുകൾക്കും വലിയൊരു സ്ഥാനമുണ്ട്. ഈ ബാങ്ക് എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മളെ കയ്യിൽ പൈസ വന്നതിന് ശേഷം ബാങ്ക് ഉണ്ടായത്. ബാർട്ടർ സിസ്റ്റം ആയിരുന്നെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നൊരു സ്ഥാപനമേ ഉണ്ടാവത്തില്ലായിരുന്നു അല്ലേ? കുറേ സ്റ്റോർ റൂമുകളൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഈ പൈസ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യക്കാരനും ഉണ്ട്, കയ്യിൽ അധികം ഉള്ളവനും ഉണ്ട്, അല്ലെ പണക്കാരനും ഉണ്ട്, നമ്മളെപ്പോലെ പാവപ്പെട്ടവന്മാരും ഉണ്ട്. അധികം ഉള്ളവനത് സ്റ്റോർ ചെയ്യണം. പൈസ ഇല്ലാത്തവന് കുറച്ച് കടം കിട്ടിയാൽ സുഖമാണ്. അപ്പോൾ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സ്ഥാപനമാണ് സത്യം പറഞ്ഞാൽ ബാങ്ക്. ഈ രൂപത്തിലാണ് ബാങ്ക് വരുന്നതും പിന്നീട് അങ്ങോട്ട് പോകുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പൈസയുടെ ഫംഗ്ഷൻസിനെ പറ്റിയാണ്. രൂപ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സാധനം വാങ്ങാൻ പറ്റും. അതല്ലാതെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാത്ത കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. ഒന്ന്, പൈസ ഉപയോഗിച്ച് നമുക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ പറ്റും. അത് നിങ്ങൾക്കറിയാം. ഇനി പൈസ ഉപയോഗിച്ച് നമുക്ക് ഓരോ സാധനത്തിൻ്റെ വില എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ അല്ലെങ്കിൽ വില നിർണ്ണയിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞുതരാം കുറച്ച് കഴിയുമ്പോൾ. അതുപോലെ ഈ പൈസ അധികം ഉണ്ടെങ്കിൽ നമുക്കത് ബാങ്കിലൊക്കെ ഇട്ട് എന്ത് ചെയ്യാം? പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് സൂക്ഷിക്കാം. പൈസ നമുക്ക് കടം വാങ്ങാനും കടം കൊടുക്കാനും പറ്റും. ഇതാണ് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്ന 4 ഗുണങ്ങൾ. അപ്പോൾ പൈസ എന്ന് പറയുന്നതിന് 4 പ്രധാനമായിട്ടുള്ള ഗുണങ്ങളാണുള്ളത്. ഒന്ന്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. നമുക്ക് സാധനങ്ങൾ സേവനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. സാധനങ്ങളുടെ വാല്യൂ നമുക്ക് ഇതിലൂടെ കണക്കാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാനും അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കടം കൊടുക്കാനും പറ്റും. അങ്ങനെ 4 ഗുണങ്ങളാണ് പൈസയ്ക്കുള്ളത്. ആ 4 ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കണ്ടോ, മണി ഹെൽപ്പ് ടു ബൈ, ഇത് ചോദിക്കുക പരീക്ഷയ്ക്ക്. മണി ഹെൽപ്പ് പീപ്പിൾ ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതുപോലെ കമ്പയർ ദ പ്രൈസ് ഓഫ് ഡിഫറൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെ വില നമുക്ക് തീരുമാനിക്കാൻ പറ്റും അല്ലേ? നമുക്ക് പോയിട്ട് പേന വാങ്ങണം. 5 രൂപയ്ക്കും പേനയുണ്ട്, 10 രൂപയ്ക്കും ഉണ്ട്, 20 രൂപയ്ക്കും ഉണ്ട്. വില എന്ന് പറയുന്നത് കമ്പയർ ചെയ്യാൻ അപ്പോൾ നമുക്ക് പൈസ എന്ന് പറയുന്ന സാധനം ഹെൽപ്പ് ചെയ്യും. സ്റ്റോർ ദ വാല്യൂ ഓഫ് ദ സേവിങ്സ്, അല്ലെങ്കിൽ സാധനങ്ങളുടെ വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ലെൻഡ് ആൻഡ് ബോറോ മണി, കടം കൊടുക്കാനും വാങ്ങാനും പറ്റും. ആ ഓരോ ഫംഗ്ഷൻസാണ് നമുക്ക് വിശദമായിട്ട് നോക്കാനായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഫംഗ്ഷനാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് അല്ലേ? ഇതൊരു കോമൺ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. നമുക്കിത് കൊടുത്ത് എന്ത് സാധനം വേണമെങ്കിലോ അല്ലെങ്കിൽ എന്ത് സേവനം വേണമെങ്കിലും വാങ്ങാം. ഇന്ത്യയിലോ അല്ലെങ്കിൽ വിദേശത്തോ നമുക്ക് ഈ പൈസ കൊടുത്ത് സാധനം വാങ്ങുമ്പോൾ നമുക്കത് പൈസ പറ്റത്തില്ല, വേറെ ഏതെങ്കിലും ഫോമിൽ തരണമെന്ന് പറയാൻ പാടില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഞാൻ പോയി കടയിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് പൈസ കൊടുത്ത് പൊരുത്തം പറയാണ്, പൈസ പറ്റത്തില്ല, നീ സ്വർണ്ണ നാണയം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ പിടിച്ച് അകത്തിടാൻ പറ്റും. ഇന്ത്യയിൽ ഒരു പേയ്മെൻറ്റിലും നമുക്ക് കറൻസി എന്ന് പറയുന്നത് നിഷേധിക്കാൻ സാധിക്കില്ല. ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ബി സോൾഡ് ഫോർ മണി ആൻഡ് മണി ക്യാൻ ബി യൂസ്ഡ് ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ നീഡഡ്. ഇത്രയേ ഉള്ളൂ അല്ലേ? ഒരു ലേബറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ തൊഴിൽ ചെയ്യുന്നു, കാശ് കിട്ടുന്നു, ആ കാശ് കൊണ്ട് സാധനം വാങ്ങുന്നു. സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ പൈസ കടക്കാരന് കിട്ടും. കടക്കാരൻ അതിന് ഷെയർ എടുത്തിട്ട് മുതലാളിക്ക് അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിച്ച പ്രൊഡ്യൂസറിന് കൊടുക്കും. പ്രൊഡ്യൂസർ അതിൽ നിന്ന് ലാഭം എടുത്തിട്ട് ആ ലാഭം വെച്ച് അയാൾക്ക് സാധനങ്ങൾ ആവശ്യം ഉണ്ടാവും. ഒരു സൈക്കിൾ ഉണ്ടാക്കുന്ന മുതലാളി, അയാൾക്ക് സൈക്കിൾ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അരി വേണ്ടേ? അരി വാങ്ങണമെങ്കിൽ കടയിൽ പോയി വാങ്ങണം. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത്. ഇതിൽ വിശദീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. മണി ഈസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. നെക്സ്റ്റ്, ടു മെഷർ ഓഫ് വാല്യൂ. സാധനങ്ങളുടെ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അത് സിമ്പിളാണ് സംഭവം എന്ന് പറയുന്നത്. ഒരു പൈസ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സാധനത്തിൻ്റെ വാല്യൂ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ബാർട്ടർ സിസ്റ്റത്തിനകത്ത് പറ്റത്തില്ല. ഞാൻ ആലോചിച്ചു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 110 രൂപയ്ക്ക് എനിക്ക് പെട്രോൾ കിട്ടും. പൈസ എന്നൊരു സാധനം ഇല്ലെങ്കിൽ പെട്രോൾ വാങ്ങാനായിട്ട് ഞാൻ 10 ചക്ക് കൊടുക്കൂ, 50 ചക്ക് കൊടുക്കൂ, 3 മാങ്ങ കൊടുക്കൂ, 4 തേങ്ങ കൊടുക്കൂ, 2 പശുവിനെ കൊടുക്കൂ. എങ്ങനെ തീരുമാനിക്കും അതിൻ്റെ വില? അപ്പോൾ ഒരു സാധനത്തിൻ്റെ മൂല്യം, വാല്യൂ എന്ന് പറയുന്നത് കറൻസി പറയുന്നതാണ് എളുപ്പം. അതാണ് പോസിബിൾ, അതാണ് പ്രാക്ടിക്കൽ. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയേ, വണ്ടിയുണ്ട് എനിക്ക്, വണ്ടിയിൽ എനിക്ക് പെട്രോൾ വേണം, പമ്പിൽ പോയി. ഞാനൊരു ചക്ക എക്സാമ്പിൾ കുറേ ആയല്ലേ, ഞാനൊരു
പുസ്തകം ഉണ്ടാക്കുന്ന ആളാണ്. പുസ്തകം ഉണ്ടാക്കുന്ന ഞാൻ 10 പുസ്തകം അയാൾക്ക് കൊടുത്താൽ അയാൾ എനിക്ക് എത്ര പെട്രോൾ തരും? വേറൊരാൾ വന്നു, അയാളെന്ന് പറയുന്നത് സൈക്കിൾ ഉണ്ടാക്കുന്ന ആൾ, അയാൾ ഒരു സൈക്കിൾ കൊടുത്തിട്ട് ഇത് വാങ്ങിക്കൂ, എന്ത് ചെയ്യും? അല്ലേ, ബുദ്ധിമുട്ടാണ്. സോ മോണിറ്ററി അല്ലെങ്കിൽ ഈ പറയുന്ന മോണിറ്ററി സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയുടെ വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്, പൈസയിൽ നടക്കുന്ന എക്കോണമി. അപ്പോൾ മോണിറ്ററി ടേംസിൽ നമുക്ക് സാധനങ്ങളുടെ വാല്യൂ മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇൻ ബാർട്ടർ സിസ്റ്റം ഇറ്റ് വാസ് നോട്ട് ഈസി ടു കമ്പയർ ദ വാല്യൂ ഓഫ് വൺ ഗുഡ് വിത്ത് ദ വാല്യൂ ഓഫ് അനദർ. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം. സോ മണി മെയ്ഡ് ഇറ്റ് ഈസി ടു കമ്പയർ ദ വാല്യൂസ് ഓഫ് ടു ഗുഡ്സ്. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമുക്ക് പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻസ് നമ്മൾ പൈസ യൂസ് ചെയ്യും. ഇനി പൈസയുടെ വാല്യൂ എന്ന് പറയുന്നത് ആരാ തീരുമാനിക്കുന്നത്? ഒരു പൈസയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പർച്ചേസിങ് പവർ എന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം. ഡോളറുണ്ട്, രൂപയുണ്ട്. ഡോളറുണ്ട്, രൂപയുണ്ട്. ഒരു ഡോളറും ഒരു ഇന്ത്യൻ റുപ്പിയുടെയും വാല്യൂ സെയിം ആണോ? നിങ്ങൾ പറയുക അല്ല. എന്തുകൊണ്ടാണ് അത് സെയിം ആവാത്തത്? $1 കൊടുത്താൽ എനിക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാധനത്തിൻ്റെ അല്ലേ ഒരു ശതമാനമല്ലേ എനിക്ക് ഇവിടുന്ന് കിട്ടുള്ളൂ. നമ്മൾ ₹1 ഇന്ത്യൻ രൂപ കൊടുത്താൽ കിട്ടത്തുള്ളൂ അല്ലേ. നമുക്കറിയാം $1 എന്ന് പറയുന്നത് ഏതാണ്ട് 80-85 രൂപ ഒരു ഇന്ത്യൻ റുപ്പിക്ക് അല്ലേ വിലയുണ്ട്. അതായത് $1 എന്ന് വെച്ച് കിട്ടണമെങ്കിൽ എനിക്ക് 85 ഇന്ത്യൻ രൂപ കൊടുക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് വ്യത്യാസം വന്നത്? പർച്ചേസിങ് പവറിലാണ് വ്യത്യാസം. ഒരു രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ പർച്ചേസിങ് പവറാണ്. എത്രത്തോളം പർച്ചേസിങ് പവർ ഒരു സാധനത്തിനുണ്ടോ അതിന് വാല്യൂവും ഉണ്ട്. തൽക്കാലം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. നോക്കി, ദ വാല്യൂ ഓഫ് ഗുഡ്സ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് എന്താണ് മോണിറ്ററി ടേംസ്. ദ വാല്യൂ ഓഫ് മണി കൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ഗുഡ്സ്. ദ വാല്യൂ ഓഫ് മണി ഈസ് ഇറ്റ്സ് പർച്ചേസിങ് പവർ. അപ്പോൾ ഒരു രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ പർച്ചേസിങ് പവറാണ്. അപ്പോൾ ഒരു സാധനത്തിൻ്റെ പർച്ചേസിങ് പവർ കൂടുമ്പോൾ നമുക്ക് രൂപയുടെ വാല്യൂവും കൂടും. വെൻ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ഇൻക്രീസസ് പർച്ചേസിങ് പവർ ഓഫ് ദ മണി വിൽ ഡിക്രീസ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നാണയങ്ങളല്ല, ഇന്ത്യക്കകത്തുള്ള കേസായി പറയുന്നത്. അപ്പോൾ പണ്ട് ഞാനൊക്കെ വണ്ടി ഓടിച്ചു കൊടുക്കുന്ന ആളുടെ പെട്രോൾ എന്ന് പറയുന്നത് 75 രൂപയായിരുന്നു. അപ്പോൾ 75 രൂപയ്ക്ക് എനിക്ക് 1 ലിറ്റർ പെട്രോൾ കിട്ടും. അപ്പോൾ 75 രൂപയുടെ പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് 1 ലിറ്റർ പെട്രോളാണ്. ഇന്ന് ഇത് 75 രൂപ ഞാൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു 3/4 ലിറ്റർ പെട്രോളേ കിട്ടത്തുള്ളൂ. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള എൻ്റെ പവർ ആ പറഞ്ഞ പൈസ വെച്ചുള്ളത് കുറയാണല്ലോ ചെയ്തത്. നിങ്ങൾ ഡോളറും രൂപയായിട്ടുള്ള കമ്പാരിസൺ കൂടെ എടുക്കരുത്, ഇത് വേറൊരു കേസാണ്. ഓക്കെ, സോ ഒരു സാധനത്തിൻ്റെ വില കൂടുന്ന സമയത്ത് സാധനത്തിൻ്റെ വില കൂടുന്ന സമയത്ത് നമ്മളുടെ കയ്യിലുള്ള കാശ് വെച്ച് അത് പർച്ചേസ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ് കുറയല്ലേ ചെയ്യുന്നത്? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മുടെ ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ പർച്ചേസിങ് പവർ എന്ത് ചെയ്യും? കൂടുകയും ചെയ്യും. ഇതാണ് സംഭവം. അപ്പോൾ പർച്ചേസിങ് പവർ, ഒരു രൂപയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുന്നത് പർച്ചേസിങ് പവർ തന്നെയാണ്. ഇപ്പോൾ ഡോളറാണെങ്കിൽ പർച്ചേസിങ് പവർ കൂടുതലാണ്, രൂപയാണെങ്കിൽ പർച്ചേസിങ് പവർ കുറവാണ്. അതാണ് രൂപയുടെ കമ്പാരിസൺ ഉപയോഗിക്കുന്ന കാര്യം. ഇനി ഒരു സാധനത്തിന് വില കൂടുമ്പോൾ നമ്മുടെ പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്ത് ചെയ്യാണ്? കുറയുകയാണ് ചെയ്യുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ ഈ പർച്ചേസിങ് പവർ മാറുമ്പോഴാണ് നമ്മൾ ഇൻഫ്ലേഷനൊക്കെ ഉണ്ടാകുന്നത്. കാരണം ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ പണപ്പെരുപ്പം എന്നാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ സ്കൂൾ ഫീസ് എന്ന് പറയുന്നത് 10 രൂപയായിരുന്നിരിക്കും, നിങ്ങളുടെ സ്കൂൾ ഫീസ് എന്ന് പറയുന്നത് 1000 രൂപയായിരിക്കും. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ രൂപയുടെ മൂല്യം എന്ത് ചെയ്തു? കുറഞ്ഞു. കുറഞ്ഞു അല്ലേ. 1 രൂപ എന്ന് പറയുന്നത് അന്ന് വലിയ മൂല്യമായിരുന്നു. ഇന്ന് 1 രൂപ എന്ന് പറയുന്നത് പിച്ചക്കാർ കൊടുത്താൽ പോലും വാങ്ങത്തില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കേസ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി സ്റ്റോർ ഓഫ് വാല്യൂ. പൈസയുടെ വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വേറൊന്നുമില്ല. നമുക്കിപ്പോൾ ആവശ്യത്തിലധികം നമ്മളെ കാശ് വന്നാൽ നമുക്കത് എന്ത് ചെയ്യാം? ബാങ്കിലിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്താണ്? സൂക്ഷിച്ച് വെച്ചേക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ആപ്പിൾ കർഷകനാണ്. ഇപ്പോൾ ഈ ആപ്പിൾ എന്ന് പറയുന്ന സാധനം കൊടുത്ത് എനിക്ക് സാധനം വാങ്ങണം, ബാർട്ടർ സിസ്റ്റം ആയിരുന്നെങ്കിൽ ഞാൻ ആപ്പിൾ കൊടുക്കും, വാങ്ങും. പക്ഷേ ആര് വാങ്ങിച്ചില്ലെങ്കിൽ ആപ്പിൾ ചീത്തായിപ്പോവും. പക്ഷെ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഈ ആപ്പിളിനെ ഒരാൾക്ക് വിറ്റിട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും വിറ്റിട്ട് അയാൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും. ആ വാല്യൂവിന് എനിക്ക് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്ത് വയ്ക്കാം ബാങ്കിനകത്ത്. വെൻ മണി ബിക്കം സംതിങ് ദാറ്റ് വാസ് അക്സെപ്റ്റബിൾ ടു എവ്രി വൺ, ഇറ്റ് ഹാസ് ബിക്കം പോസിബിൾ ടു സ്റ്റോർ ദ വാല്യൂ ഓഫ് എനി ഗുഡ്സ് ഇൻ ദ ഫോം ഓഫ് മണി. അല്ലേ, പൈസയുടെ വാല്യൂ നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാം? കാരണം എനിക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് പൈസ കൊടുത്ത് എന്ത് ചെയ്യാം? തിരിച്ചു വാങ്ങാം. ആൾക്കാർ സ്വർണ്ണം വാങ്ങിച്ച് സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ആഭരണം അല്ലാതെ അതിനൊരു ഗുണമുണ്ട്, അത് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ആൾക്കാർ പറയും. എന്തുകൊണ്ടാണ്? ഈ സ്വർണ്ണം എന്ന് പറയുന്നത് എന്നാലും എനിക്ക് വിൽക്കാൻ പറ്റും, കാരണം എല്ലാവർക്കും വേണം സ്വർണ്ണം അല്ലേ. അപ്പോൾ പൈസ എന്ന് പറയുന്നത് ഇതുപോലെ കോമൺ സാധനം ആയതുകൊണ്ട് നമുക്ക് അതിനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ വാല്യൂ ആയിട്ട് അതിനെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ബാർട്ടർ സിസ്റ്റത്തിൽ അത് സാധിക്കില്ല. ഓക്കെ, ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെരിഷബിൾ ഐറ്റമായിട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കും.
എപ്പോഴാണോ നമുക്ക് ആവശ്യം നമുക്ക് അപ്പോൾ പൈസ കൊടുത്ത് സാധനം വാങ്ങാൻ പറ്റും. സോ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മണി എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇവിടെ ഡിഫർ ചെയ്യാൻ പറ്റും അല്ലേ. പൈസ എന്ന് വെച്ചാൽ പൈസയായിട്ട് സ്റ്റോർ ചെയ്ത് ബാങ്കിൽ സ്റ്റോർ ചെയ്യണം എന്ന് വെച്ചാൽ നോട്ട് കൊണ്ട് പൂഴ്ത്തി വയ്ക്കരുത്. കാരണം നോട്ട് നിരോധനം വന്നാൽ പണി കിട്ടും. പക്ഷേ അത് ബാങ്കിൽ കൊണ്ടിട്ടാൽ അതായത് കള്ളപ്പണം പറ്റത്തില്ല. നല്ല പൈസയുടെ കാര്യം ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ കള്ളപ്പണത്തിനെ പറ്റി സംസാരിക്കുന്നില്ല. അടുത്ത് മീൻസ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ കടം വാങ്ങാൻ പറ്റുമെന്നാണ് അർത്ഥം. ഈ ഡിഫേർഡ് പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ പിന്നെ തരാം എന്ന് പറഞ്ഞ് പോവുകയാണ്. കാരണം ഇന്ന് പല ബിസിനസ്സുകളും നിങ്ങൾ ക്രെഡിറ്റ് കാർഡെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഈ ക്രെഡിറ്റ് സമ്പ്രദായമൊക്കെ ഉള്ളത് തന്നെ എന്തുകൊണ്ടാണ്? പൈസ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയേ, ഇതൊന്നും നടക്കത്തില്ല. നമുക്ക് പിന്നെ പൈസ തരാമെന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ വില പൈസയെ തീരുമാനിക്കാതെ നമുക്ക് പൈസ പിന്നെ കൊടുക്കാമെന്ന് പറയാൻ പറ്റുമോ? ഇൻ ദ മോഡേൺ ടൈംസ് മെനി business activities are carried out with ease because of the advantage of setting the financial transactions in a later date. Both the buyer and the seller generally agree with the cash settlement of the transaction. അല്ലേ, പൈസ പിന്നൊക്കെ തരാമെന്ന് പറഞ്ഞാൽ സെറ്റിൽ ചെയ്യുന്നു. അപ്പോൾ പൈസ നമുക്ക് കടം വാങ്ങാനും കടം കൊടുക്കാനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം ഞാൻ 1000 രൂപ കടം കൊടുത്താൽ എനിക്ക് 1000 രൂപയും പലിശയും കാൽക്കുലേറ്റ് ചെയ്ത് പെട്ടെന്ന് തിരിച്ചു തരാൻ പറ്റും. അപ്പോൾ പലിശ കാൽക്കുലേറ്റ് ചെയ്യാനായാലും ശരി, കടം കൊടുക്കാനായാലും ശരി, രൂപ എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത്രയും വലിയ കാര്യങ്ങൾ ഞാൻ സിമ്പിൾ പോയിൻ്റ് ആയിട്ട് അവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ എന്താ? മണി ക്യാൻ ബി യൂസ്ഡ് ടു ബൈ ആൻഡ് സെൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഓൾസോ മേക്സ് ഡെയിലി ട്രാൻസാക്ഷൻസ് ഈസി. അടുത്ത് മെഷർ ഓഫ് ദ വാല്യൂ ഓഫ് എ ഗുഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മണി. അല്ലെ, ഒരു സാധനത്തിൻ്റെ വാല്യൂ നമുക്ക് പൈസയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈസി ടു കമ്പയർ ദ വാല്യൂ വിത്ത് ഡിഫറൻറ്റ് ഗുഡ്സ്. നമുക്ക് ഈസി ആയിട്ട് അത് താരതമ്യം ചെയ്യാനും സാധിക്കും. വെൻ ദ പ്രൈസ് ഇൻക്രീസസ് പർച്ചേസിംഗ് പവർ കുറയുന്നു. അതുപോലെ തിരിച്ച് പ്രൈസ് കുറയുമ്പോൾ പർച്ചേസിംഗ് പവർ എന്ത് ചെയ്യുന്നു? കൂടുകയും ചെയ്യുന്നു. സ്റ്റോർ ഓഫ് വാല്യൂ, മണിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. എവറി പെരിഷബിൾ ഗുഡ് വാല്യൂ ക്യാൻ ബി സേവ്ഡ് എസ് മണി. ചീത്തായി പോകുന്ന, ഉപയോഗിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഏതൊരു സാധനത്തിൻ്റെ വാല്യൂ നമുക്കത് വിറ്റിട്ട് പൈസയായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത് വാങ്ങാനായിട്ട് സാധിക്കും. അതാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ പാല്, ഒരു ദിവസം പശു ക്ഷീര കർഷകനാണ്, അയാൾ പാൽ ഉൽപ്പാദിപ്പിച്ചു, അത് വിറ്റു കാശാക്കി കിട്ടും. 5 ദിവസം കഴിഞ്ഞ് അയ്യാൾക്ക് പാല് വേണമെങ്കിൽ അയ്യാൾക്ക് എന്ത് ചെയ്യും? ഈ കാശ് എടുത്ത് കൊടുത്ത് വേറെ അടുത്തുനിന്ന് പാല് വാങ്ങാം. ഞാനൊരു ഉദാഹരണം ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, മീൻസ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ലെൻഡിങ് ആൻഡ് ബോറോയിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. മണി അലോസ് ബോറോയിങ് ആൻഡ് ലെൻഡിങ്. പേയ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ലേറ്റർ. അല്ലേ, നമുക്ക് പൈസ പിന്നീട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് പൈസയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കണം, എന്തൊക്കെയാണ് പൈസയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യും, അത് ഡ്യൂറബിൾ ആണ്, നമുക്കതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും, നമുക്കതിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഈ പോയിൻ്റൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ലേ അല്ലേ? നമുക്കത് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഗുണങ്ങൾ പൈസയ്ക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പൈസ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് പഠിക്കുന്ന കാര്യം. ഇന്ന് ഇത്രയും മതി. ഓക്കെ, അപ്പോൾ എക്കണോമിക്സ് ആണ്, കുറച്ച് വിശദീകരിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ടാണ് ക്ലാസ്സിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുന്നത്. പക്ഷേ ടോപ്പിക്ക് കുറച്ചാണുള്ളത്. സമയമുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു രീതിക്കായിരിക്കും ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.